വചനമൊഴി മാർച്ച് 25. വചനഭാഗം ഹെബ്രായർ 1:1-13, ലൂക്കായുടെ സുവിശേഷം 1:26-38. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മംഗളവാർത്താ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ദൈവവചനം മനുഷ്യനായി അവതരിക്കുന്നതിനെക്കുറിച്ചുള്ള മംഗളവാർത്ത പരിശുദ്ധ മറിയത്തിന് ദൈവദൂതൻ എത്തിക്കുന്നതും ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്ന പരിശുദ്ധ മറിയത്തെയുമാണ് ഈ മംഗളവാർത്താ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. ഇന്നത്തെ ദൈവവചന വായനകൾ ദൈവിക വെളിപ്പെടുത്തലുകളെക്കുറിച്ചും ദൈവിക വെളിപ്പെടുത്തലുകളോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ പഴയ കാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെയും പല വിധത്തിലും സംസാരിച്ചു. അവസാന നാളുകളിൽ പുത്രനിലൂടെ സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈശോ മിശിഹായിലൂടെ നൽകപ്പെടുന്ന പൂർണ്ണ ദൈവിക വെളിപാടിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈശോ മിശിഹ വെറും ഒരു പ്രവാചകൻ മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശനവും സത്യയുടെ പ്രതിഫലനവുമാണെന്ന് തിരുവചനം പറയുന്നു. ദൈവിക വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ സഹകരണമാണ് പരിശുദ്ധ അമ്മ മംഗളവാർത്തയോടെ പ്രത്യുത്തരിക്കുന്നതിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവം ഒരു സാധാരണ യുവതിയെ തൻ്റെ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്രത്തിലേക്ക് വിളിക്കുന്നു. ആ വിളിക്ക് മറിയം നൽകുന്ന പ്രത്യുത്തരമാണ്, കർത്താവിൻ്റെ ദാസിയാണ് ഞാൻ, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. പൂർണ്ണ സമർപ്പണത്തോടെ ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന പരിശുദ്ധ അമ്മ രക്ഷാകര പദ്ധതിയോടുള്ള മനുഷ്യൻ്റെ സഹകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി വിജയത്തിൽ എത്തുന്നത് മനുഷ്യൻ്റെ സഹകരണത്തിലൂടെയാണ്. ഹെബ്രായ ലേഖനത്തിൽ ദൈവം പുത്രനിലൂടെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ലൂക്കാ സുവിശേഷകൻ ആ പുത്രനെ സ്വീകരിച്ച് രക്ഷാകര പദ്ധതിയോട് സഹകരിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ മംഗളവാർത്ത തിരുനാൾ ആചരിക്കുമ്പോൾ ദൈവവചനത്തോട് നമുക്കുള്ള തുറവി എപ്രകാരമാണ്? ദൈവവചനത്തെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തയ്യാറാണോ? അനിശ്ചിതത്വങ്ങൾക്കിടയിലും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ ഈ മംഗളവാർത്ത തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ദൈവവചനത്തോട് വിധേയപ്പെട്ട് രക്ഷാകര പദ്ധതിയോട് സഹകരിച്ച് വിശുദ്ധിയിലും വിശ്വസ്തതയിലും വളരുവാൻ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവവചനത്തിന് ചെവി കൊടുത്ത് ദൈവവചനത്തെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.